നമ്മളിപ്പോൾ ഒരു ഹെക്സഗണൽ ബോൾട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു സൈഡ് മാത്രം 20 mm അകലവും ബാക്കിയൊക്കെ 10 mm അകലവും വരുന്ന ബോർഡറാണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത്. 20 mm എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കോളേജിലൊക്കെ അത് ബൈൻഡ് ചെയ്തായിരിക്കും വെക്കുന്നത്. അപ്പോൾ അത് ബൈൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഹോൾസ് ഇടാനുള്ള സ്പേസിന് വേണ്ടിയാണ് ഒരു സൈഡ് മാത്രം 20 mm അകലത്തിൽ കൊടുക്കണം. അതങ്ങനെ തന്നെ വേണം. പിന്നെ ഇവിടെ 10 mm അകലം. ഇവിടെയൊക്കെ 10 അല്ലേ, സോറി ഇവിടെയൊക്കെ ഇപ്പം നമ്മൾ ബോർഡർ വരച്ച് കഴിഞ്ഞു. നമ്മുടെ ഹെക്സഗണൽ ബോൾട്ടിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 30 mm ആണ്. നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്, കാരണം സ്പേസിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആദ്യം ഹൊറിസോണ്ടലായിട്ടൊരു ആക്സിസ് വരയ്ക്കാം. ഒരു ഡ്രോയിങ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹൊറിസോണ്ടലായിട്ടുള്ള ആക്സിസ് വരയ്ക്കാമെന്നാണ്. എക്സ് എന്നും ഇല്ല, എക്സ് ഡാഷ്. എന്നിട്ട് കുറച്ച് സ്പേസ് ഇവിടെ കൊടുക്കാൻ വേണം കേട്ടോ, കാരണം നമുക്ക് സൈഡ് വ്യൂവും കൂടെ വരയ്ക്കാനുണ്ട് മുകളിലായിട്ട്. അപ്പോൾ പടം നടുക്കായിട്ട് വരച്ചാൽ സൈഡ് വ്യൂ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഒരു ബോക്സും കൊടുക്കാനുണ്ട്. ആ ബോക്സിനൊക്കെ കറക്റ്റ് ഡയമെൻഷൻ വേണം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ആ സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 2D ആണ് തന്നിരിക്കുന്നത്. അതായത് 2D ആണ് ആ സർക്കിളിൻ്റെ ഡയാമീറ്റർ. അപ്പോൾ സർക്കിളിൻ്റെ ഡയാമീറ്റർ 2D ആണ്. 2D എന്ന് പറയുമ്പോൾ ഇവിടെ D30 ആയതുകൊണ്ട് 2D എന്ന് പറയുമ്പോൾ 60 ആണ്. അപ്പോൾ നമ്മൾ റേഡിയസ് എത്ര എടുക്കണം? 30 റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ എനിക്കിതിൻ്റെ സെൻറ്റർ ഞാൻ O എന്ന് കൊടുത്തു. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം? ഇവിടുന്ന്
ഇവിടെ ഞാനൊരു വര വരയ്ക്കും. ഇതിൻ്റെ പോയിന്റിൽ ഒരു വര വരയ്ക്കും. ഇവിടുന്ന് 30, ഇവിടുന്ന് 30. Thirty. എന്നിട്ട് ഇപ്പം ഇവിടെ ആ സർക്കിളിൻ്റെ മറ്റേ ഭാഗത്തിട്ട് കൂട്ടിമുട്ടിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഞാൻ ലൈൻസ് വരച്ച് നമ്മൾ ജോയിൻ ചെയ്യും. എനിക്കൊരു ഹെക്സഗണൽ ബോൾട്ട് കിട്ടി. എന്നിട്ട് ഞാൻ ഈ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വൃത്തിക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റുക. ഇനി ഞാൻ മുകളിലത്തെ ഭാഗം എനിക്ക് ബാക്കി വരയ്ക്കണം. എന്നിട്ട് ഈ സംഭവങ്ങൾ, ഈ വരകളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് ഡാർക്കണൊക്കെ ചെയ്യണം. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഈ വര ഇവിടുന്ന് ഇങ്ങനെ ഇതാക്കുക, വലുതാക്കുക. ഇതും എന്ത് ചെയ്യുക, വലുതാക്കുക, മുകളിലോട്ട് വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം ഈ പോയിൻറ്റും ഈ പോയിൻറ്റിൽ നിന്നും വര മുകളിലോട്ട് വരയ്ക്കുക. അപ്പോൾ ഓട്ടോക്കേഡൊക്കെ വരയ്ക്കുമ്പോൾ ഈ സംഭവം നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് D ആണ്, ഇത് മൊത്തത്തിൽ 2D ആണ് വര. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒരു വര ഇങ്ങനെ വരച്ചു, ബേസായിട്ടൊരു വര. ബേസായിട്ടൊരു വര വരച്ചു. ഇനി ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ്, അതായത് നമ്മുടെ 30 ആണ്. എന്നിട്ട് മുകളിലോട്ടുള്ളതൊക്കെ മായ്ച്ച് കളഞ്ഞേക്കാം. ഇനി ഇതാണ്, ഇവിടെ നമ്മളൊരു ഹെക്സഗണൽ ബോൾട്ട് പോലെ ആക്കണം.
അതിനായിട്ട് അത് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് നമ്മൾ 30 ഡിഗ്രിയിൽ അങ്ങോട്ടേക്കൊരു ലൈൻ വരയ്ക്കണം. ഡിഗ്രിയിൽ ഇങ്ങോട്ടേക്കൊരു ലൈൻ വരയ്ക്കണം. അതായത് ഇവിടെ നിന്ന് 30, അയ്യോ അവിടെ നിന്നല്ല കേട്ടോ, സോറി ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഞാൻ 30 ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കും. ഇവിടെ നിന്ന് ഞാൻ 30 അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കും. അതിന് ശേഷം ഇത് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് വരയ്ക്കണം. സത്യം പറഞ്ഞാൽ ഇത് റേഡിയസ് ആയിട്ട് എടുത്തിട്ടാണ് വരയ്ക്കണ്ടേ. ഇങ്ങനെയല്ല കേട്ടോ, സോറി. പക്ഷെ എനിക്കത് അങ്ങനെ വരുന്നില്ല. നമ്മൾ ഈ പോയിൻ്റാണ് സെൻറ്റർ ആക്കേണ്ടത്. ഇത് സെൻറ്റർ ആക്കി എടുത്തിട്ട് ഇത് റേഡിയസ് ആക്കി എടുത്തിട്ട് വരയ്ക്കണം. പക്ഷെ അങ്ങനെ ഒരു ആർക്ക് എനിക്ക് കിട്ടുന്നില്ല. ഒരു മിനിറ്റ് നോക്കട്ടെ. അതെന്താണെന്നറിയോ, ഇവിടുന്ന് 30 തന്നെയാണ് വരയ്ക്കേണ്ടത്. അതായത് ഇവിടുന്ന് ഞാൻ വരച്ചത് കറക്റ്റാണ്. പക്ഷെ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ 30 അല്ല വരയ്ക്കേണ്ടത്. ഞാൻ ഈ ഒരു സർക്കിളിൻ്റെ ഈ പോയിൻ്റ് എടുത്തിട്ട് അവിടുന്ന് ഞാൻ ഇവിടുന്ന് 10, 20, 30 ഇതിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഞാൻ ഇങ്ങനെ വരയ്ക്കണം. പിന്നെ ഇവിടുന്ന് ഞാൻ അങ്ങനെ ശരിയാവുന്നത്. ഇവിടെ നിന്ന് എന്തായാലും ഇങ്ങനെയാണ് 30 എടുത്തിട്ടാണ് വരയ്ക്കേണ്ടത്. അത് ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് ആക്ച്വലി ഇവിടെ നിന്നും 60 ആണ് വരേണ്ടത്. ആയിക്കോട്ടെ. അപ്പം ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഞാൻ ചിലപ്പോൾ ഓട്ടോക്യാഡിൽ 30 ആയിരിക്കും വരച്ചിട്ടുണ്ടാവുക. അതൊന്ന് നോക്കിക്കോണം എല്ലാവരും. അപ്പോൾ കറക്റ്റായി. അപ്പം നമുക്ക് കറക്റ്റ് എന്തായി, കറക്റ്റായിട്ട് കിട്ടും.
ഇവിടെ നിന്ന് നമുക്ക് അതുപോലെ തന്നെ വരയ്ക്കാം. അല്ല, ഇവിടെ നിന്ന് 30-ലൊരു ലൈൻ വരയ്ക്കണം. ഇനി അടുത്തത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ലൈനാണ് വരയ്ക്കേണ്ടത്. ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ ടച്ച് ആക്കിയിട്ട് എന്നിട്ട് എന്താണെന്നറിയോ, ഈ നമ്മൾ നേരത്തെ ഒരു 30 ഡിഗ്രി ഒക്കെ വരച്ചില്ലേ, ആ ഒരു സർക്കിളിൻ്റെ പോയിൻ്റ് അവിടെ നിന്ന് ഇവിടം വരെ റേഡിയസ് എടുത്തിട്ട് ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ വരയ്ക്കണം. അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. ഇവിടെ ഇത് ടച്ചാക്കി, ഇവിടെ ഇത് ടച്ചാക്കി, ഇവിടെ ഇതാക്കി. ഈ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഈ എൻ പോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് രണ്ടിൻ്റെയും ഈ ഇവിടെ നിന്നുള്ള എൻ പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടെ ഇത്തിരി മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ സൈഡ് അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്ന് വൃത്തിയായിട്ടൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുമായിരിക്കും. പെട്ടെന്ന് 10, 20, 10, 20, 30 എടുത്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. നമുക്കതങ്ങ് റെഡിയാക്കാം. അതായത് ഇപ്പോൾ ലൈൻ വരച്ച് നേരത്തായിരിക്കും. ഒരു ചെരിഞ്ഞിരിപ്പുണ്ട്. എടുത്തിട്ട് ഇവിടുത്തെ എൻഡിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. ആ പോയിൻറ്റ്സ് ഇല്ലേ, ഇത് മാത്രം ഇങ്ങനെ മായ്ച്ച് കളയാം. ആ ഒരു മൂല മാത്രം. ഓക്കെ, ഇനി അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൈഡ് വ്യൂ വരയ്ക്കുക. അതിനായിട്ട് ഈ ലൈൻസ് എന്ത് ചെയ്യുക, നീട്ടുക. ശേഷം ഇവിടെ നിന്ന് വരയ്ക്കുക. ഇവിടെ നിന്ന് ലൈനുണ്ട്, ഇവിടെ നിന്ന് ലൈനുണ്ട്. ചുമ്മാ ഇവിടെ നിന്നൊരു പോയിന്റിൽ നിന്ന് പറയാ 45 ഡിഗ്രിയിലൊരു
ലൈൻ വരയ്ക്കണം. എന്നിട്ട് അത് ഇവിടെ വന്ന് മുട്ടണം. ഇവിടെ 1, ഇത് 2, പിന്നെ ഇത് 3. രണ്ട് സംഭവം കിട്ടി. ഇനി ഈ ഒരു ലൈന്, ഇവിടെ നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇത് 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 എന്നിട്ട് ഈ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം എന്നാണ് പറയുന്നത്. അതായത് ഞാനിതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുന്നതിനേക്കാളും ഇതിപ്പോൾ എത്രയാണ്, 2.5, 2.6, 2.7 അല്ലേ. 2.7/2 ചെയ്യുമ്പോൾ 1:2 പിന്നെ എത്രയാണ്, 2.27/2 1:0.7 2 3 6 13.5 സംതിങ് എടുത്താൽ മതി സെൻറ്ററായിട്ട്. 12, 13. എന്നിട്ട് അത് സെൻറ്ററായിട്ട് എടുത്തിട്ട് ഇങ്ങനെ റേഡിയസ് വരയ്ക്കണം. ഇത് നമ്മളിതുപോലെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ അവിടെ ഇവിടെയും ചെയ്യണം. ഇപ്പോൾ വരയ്ക്കുന്ന മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ആക്കി നമ്മൾ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് ഡാർക്കൺ ചെയ്യണം. ചൂടിയായി. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 0.8D, അതായത് 0.8 × 30, 3 8 24 ആണ്, 2400. ×30 അല്ലേ ചെയ്യേണ്ടത്. 0.8 × 30 240 വരും. 11 മാറ്റുമ്പോൾ 24 എടുത്തിട്ട് ഒരു സർക്കിൾ ചെറുതായിട്ട് വരയ്ക്കണം. 24 എന്ന് പറയുമ്പോൾ 12 നോക്കട്ടെ. പന്ത്രണ്ട് എടുത്തിട്ട് വരയ്ക്കണം. മെയിനായിട്ടുള്ള ഡാർക്കൺ ചെയ്ത ലൈൻ എന്ന് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത് ഇത്ര 30 എന്ന് പറയുമ്പോൾ ഇത്ര 15 എടുത്തിട്ട് വരയ്ക്കണം.
എടുത്തിട്ട് വരയ്ക്കണം. അതിനുശേഷം ഇതൊക്കെ ഡാർക്കണാക്കുക. എനിക്ക് ഇത്ര ഡാർക്കൺ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അത് വീണ്ടും വരച്ച കോളാവും. നിങ്ങളത് വരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ഡാർക്കൺ ചെയ്ത് വരയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയും 12 എടുത്തിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് ഡാർക്കൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് ഡയമെൻഷൻസ് ആണ് മാർക്ക് ചെയ്യാനുള്ളത്. ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ പിന്നെ ഇതിൻ്റെ ആരോ ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കണം. ആരോ കുറച്ചിങ്ങനെ പോയിൻ്റ് ചെയ്ത് അതൊരു 30 ഡിഗ്രി ഒക്കെ ഈ ഡിസ്റ്റൻസിൽ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയുണ്ടായിരിക്കും. ഇത് 2D ആണ്. നമ്മൾ ഓട്ടോകാഡിലൊക്കെ വരച്ച പോലെ കുറച്ച് നീട്ടിയൊക്കെ വരച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ ഈ ബുക്കിലുള്ള പോലെ വരച്ചതാണ്. കുറച്ച് നീട്ടി വരച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ വരയ്ക്കുന്നത് നല്ലത്. ഇത് D ആണ്, ഇത് 0.3 ആണ്. അതും കൂടെ മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇത് ഈ ഡിസ്റ്റൻസ് D ആണെന്ന് മാർക്ക് ചെയ്യുക. ഇത് 0.8 D ആണെന്ന് മാർക്ക് ചെയ്യുക. ഇത് 1.73 D ആണെന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടുത്തെ 30 ഡിഗ്രി മാർക്ക് ചെയ്ത് വയ്ക്കുക. R1, R2, R3 എന്നൊക്കെ ഓരോ റേഡിയസിന് പേര് കൊടുക്കുക. ഇങ്ങനെയാണ് എക്സ്റ്റേണൽ ബോൾട്ട് വരയ്ക്കുക. ബോക്സ് ഞാൻ അടുത്ത ഏതെങ്കിലും വീഡിയോയിലും കൂടെ ചേർക്കുന്നതായിരിക്കും.